മോഡലാണ്, ആക്ട്രസ് ആണ്, ഡാൻസർ ആണ്, ഓൺട്രപ്രണർ ആണ്, ഓൾ ഇൻ ഓൾ ആയ ആര്യയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആര്യ, വെൽക്കം ടു അവർ ഫ്രണ്ട്ലി ടോക്ക്. താങ്ക് യു സോ മച്ച് ചേച്ചി. ഇനി ഏറ്റവും ഒരു ഇതെല്ലാം കഴിഞ്ഞു, ഇപ്പൊ ബഡായി ബംഗ്ലാവ് കഴിഞ്ഞു, ഫിലിംസ് ചെയ്തു, അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ബിഗ് ബോസ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ബിഗ് ബോസിൽ ആരും കണ്ടു കഴിഞ്ഞപ്പോഴേ ആരും ബിഗ് ബോസിൽ പോയി, ഇനി ഞാൻ എങ്ങനെ അറിയുമ്പോൾ ഡ്രസ്സ് എടുക്കുന്നോണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മള് അതും എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ലൈക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ പലരും അറിയില്ല. ബിഗ് ബോസ് വീട് എങ്ങനെയായിരുന്നു? ഇത് പലരും എനിക്ക് തോന്നുന്നു പലരും പ്രോഗ്രാം കാണുന്നത് ഇപ്പൊ മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും ഹിന്ദിയിലൊക്കെ കാണുമ്പോൾ ചിലര് പറയും സ്ക്രിപ്റ്റഡ് ആണ്, ചിലര് പറയും ഓ ഇത് ഇങ്ങനെയാണ്, ഇവർക്ക് വേണ്ടിയാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. ചിലര് പറയും ഇതൊന്നും അല്ല, ഇതെല്ലാം അവര് രാവിലെ വന്ന് അഭിനയിച്ചിട്ട് സീരിയൽ പോലെ രാത്രി വൈകുന്നേരം ആകുമ്പോൾ അവര് വീട്ടിൽ അത് മോഡൽ പോകും. ഇങ്ങനെ കുറേ ഒരു എന്താ പറയണ പല പല രീതിയിലുള്ള ഒരു ചിന്തകളാണ് ആൾക്കാരുടെ. അപ്പൊ ഇതിനെ കുറിച്ച് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് നടക്കുന്നതെന്ന് അറിഞ്ഞൂടാത്ത ഒരാൾക്കാണെങ്കിൽ ഇത് വളരെ കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പൊ ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു വീട്ടിനകത്ത് ഇത്രയും പേര് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ചിന്തിച്ചു കൂടാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ആൻഡ് പല ലാംഗ്വേജസിലും പലരും പുറത്ത് വന്നിട്ട് ചിലര് പറയാം അല്ല ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയും, ലൈക്ക് അവർ ഔട്ടായി കഴിയുമ്പോൾ. സോ ആര്യയെ സംബന്ധിച്ചിടത്തോളം ആര്യ ഇത്രയും നാള് ജനുവരിയിൽ പോയി അവര് ഇപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണെന്ന് പറഞ്ഞ വരെ അതിനകത്ത് നിന്നൊരു കണ്ടസ്റ്റന്റ് ആണ്. ബിഗ് ബോസിനെ കുറിച്ച് ആര്യക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ഇങ്ങനത്തെ തെറ്റിദ്ധാരണകളാണോ അത് ഇതൊക്കെ തന്നെയാണോ സത്യം എന്നൊക്കെ എല്ലാവർക്കും അറിയാൻ താല്പര്യമാണ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് 100% റിയൽ ആയിട്ടുള്ള ഒരു ഷോ ആണ്. അതിൽ യാതൊരുവിധ സ്ക്രിപ്റ്റും ഇല്ല, ഒരു സ്ക്രിപ്റ്റും ഇല്ല. ഇതിനകത്തുള്ള കണ്ടസ്റ്റൻസിനെ പോലും ഇവര് 3 മാസത്തോളം ഇന്റർവ്യൂസ് ചെയ്തിട്ട് എത്രയോ ആൾക്കാരെ ഇന്റർവ്യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞാൽ പോലും അതില് പല റൗണ്ട്സ് ആണ്. ആദ്യം ഒരു സെഷൻ ഇത്ര പേര് ഒരു പാനലിൽ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യും. രണ്ടാമത്തെ സെഷൻ അതിന്റെ മെയിൻ ആൾക്കാർ മാത്രം ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യും. മൂന്നാമത്തെ സെഷൻ സൈക്കാട്രിസ്റ്റിന്റെ കൺസൾട്ടേഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാം നോക്കിയിട്ടാണ് ഇതിനകത്തേക്കുള്ള ഫൈനൽ 21 ആൾക്കാരെ ഇവര് സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഇത് എവിടെയാണ്? ഓരോ തവണയും ബിഗ് ബോസ് ഓരോ സ്റ്റുഡിയോയിലാണ്. പക്ഷെ ഈ പറയുന്ന ലാലേട്ടന്റെ അടുത്തുനിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യും. ഈ വീടിന്റെ ഗേറ്റ് ഞങ്ങൾ തിരിച്ചിറങ്ങിയ ദിവസമാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അതിനു മുമ്പ് ഞങ്ങൾക്ക് പോലും അറിയില്ല ഇത് എവിടെയാണ്, ഇത് എങ്ങനെയാണ്, എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഒന്നും അറിയില്ല. ലാലേട്ടന്റെ അടുത്തുനിന്ന് പോയി ഞങ്ങളെ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തു. അവിടെ നിന്ന് നേരെ ഞങ്ങളെ ഒരു വണ്ടിക്കകത്ത് കയറ്റി. ആ വണ്ടി എങ്ങോട്ടൊക്കെയോ തിരിയുന്നുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങളുടെ കണ്ണ് ബ്ലൈൻഡ് ഫോൾഡഡ് ആണ്. ഒരു ഗേറ്റിന്റെ മുന്നിലെത്തി. ആ വലിയ ബിഗ് ഗേറ്റ്, ബിഗ് ബോസിന്റെ വലിയ ഡോറ്, അവിടെ എത്തി കഴിയുമ്പോ ബ്ലൈൻഡ് ഫോൾഡ് ഒരാള് പുറകിൽ നിന്ന് മാറ്റുന്നു. എന്നിട്ട് പറയുന്നു ആര്യ ബ്ലൈൻഡ് ഫോൾഡ് നമ്മൾ തന്നെയാണ് മാറ്റുന്നത്. അതായത് അവിടെ നിൽക്കുന്ന ആൾക്കാർ ആരാന്ന് പോലും നമുക്ക് അറിയില്ല. അത്രയും സീക്രട്ട് ആയിട്ടാണ് ഇവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. കണ്ടസ്റ്റൻസിന് പരസ്പരം അറിയില്ല ഇതിനുള്ളിൽ ആരൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് ഒന്നും അറിയില്ല. ആ എത്തുന്ന പോയിന്റില് ഒരാള് പറയുന്നു ഞങ്ങള് 1, 2, 3 കൗണ്ട് തരും, അപ്പൊ ഗേറ്റ് തുറക്കും. ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേട്ടാൽ യു ക്യാൻ റിമൂവ് യുവർ ബ്ലൈൻഡ് ഫോൾഡ്. അപ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ സംഭവ ബഹുലമായ വീട് കാണുന്നത്. അതുവരെ ഞങ്ങൾക്ക് ഇത് എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയെന്ന് അറിയില്ല, ഒരു പിടുത്തമില്ല. സോ ഇത്രയും സീക്രട്ട് ആയിട്ടാണ് അവര് നമ്മളെപ്പോലും കൊണ്ടുവരുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് എ സ്ക്രിപ്റ്റഡ് ഷോ. അതിനകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളും എന്ന് പറയുന്നത് അതിനകത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. അത്രേ പറയാനുള്ളൂ. പിന്നെ ഇതിനകത്തുള്ള ഈ ഇത്രയും ക്യാമറാസ് സറൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. പല ക്യാമറാസും നമുക്ക് വിസിബിൾ ആണ്, നമുക്ക് കാണാൻ പറ്റും. കാണാൻ പറ്റാത്ത ക്യാമറാസ് ഉണ്ട്. പല മിറേഴ്സിന്റെ പുറകിലും അവിടെ ക്യാമറാസ് ആയിരുന്നു. അതൊന്നും നമുക്കറിയില്ല എവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഈവൻ ബാത്റൂം മിറേഴ്സിന്റെ ബാക്ക് സൈഡിൽ വരെ ക്യാമറാസ് ഉണ്ടായിരുന്നു. സോ ഇത്രയും ക്യാമറാസ് സറൗണ്ടഡ് ആണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പരസ്പരം അറിഞ്ഞു വരാനൊക്കെ എന്തായാലും ഒരാഴ്ച സമയമുണ്ട്. അങ്ങനെ ഈ ഒരാഴ്ച കൊണ്ട് എന്താ സംഭവിക്കുന്നത് ഞാൻ പറയാം. നമുക്ക് നല്ല ബോധമുണ്ട് നമ്മൾ ഒരു ഗെയിം ഷോയിലേക്കാണ് വന്നിരിക്കുന്നത്, നമ്മൾ ഇതിന്റെ കണ്ടസ്റ്റൻസ് ആണ്. ഒരാഴ്ച നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും, ഇവിടെ ക്യാമറ ഉണ്ട്, അവിടെ ക്യാമറ ഉണ്ട്. ഒരാഴ്ച കഴിഞ്ഞ് തീർന്നു. ബിക്കോസ് എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു വീടാണ്. അതൊരു ഞാൻ പറയട്ടെ, നമ്മളിപ്പോ ഒരു സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് പോവാണ്.
ഒരു സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകണം. അവിടെ ചെന്നിട്ട് ഒരു ഗ്രൂപ്പിനെ ഒരു കോട്ടേജിൽ ഇടുന്നു, ഒരു ഗ്രൂപ്പിനെ വേറൊരു കോട്ടേജിൽ ഇടുന്നു. ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവര് തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഭയങ്കരമായിരിക്കും. ഈ ഒരു കോട്ടേജിൽ താമസിച്ച 4-3 പേരുടെ ഒരു ബോണ്ടിങ് ഭയങ്കരമായിരിക്കും. കാരണം അവരൊരു വീട്ടിനകത്ത് താമസിച്ചു എന്നുള്ള ഒരു സംഭവം. അപ്പോ ജസ്റ്റ് ഇമാജിൻ 75 ദിവസം ഒന്നിച്ച് താമസിച്ച ഞങ്ങളാ. അതായത് അത് ലിറ്ററലി ഞങ്ങളുടെ വീടായിരുന്നു. ഞങ്ങൾ തന്നെ തൂക്കുന്നു, ഞങ്ങൾ തന്നെ തുടയ്ക്കുന്നു, വൃത്തിയാക്കുന്നതെല്ലാം ഞങ്ങളാണ്. പാത്രം കഴുകുന്നു, കുക്ക് ചെയ്യുന്നു, തുണി നനയ്ക്കുന്നു, അവിടത്തെ പറമ്പ് വൃത്തിയാക്കുന്നു, എല്ലാം ഞങ്ങൾ തന്നെ. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് അഴുക്കെടുത്ത് കളയുന്നു, എല്ലാം ഞങ്ങൾ തന്നെ. സോ ബേസിക്കലി ഞങ്ങളുടെ വീട് തന്നെയായിരുന്നു. ഒരാഴ്ച കഴിയുമ്പോൾ ഈ ക്യാമറ ഉണ്ട് എന്നുള്ള ഇതൊക്കെ പോകും. പലർക്കും ആ ക്യാമറ കോൺഷ്യസ് ആയിട്ട് തന്നെ നിന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അതിനകത്ത്. ഞാൻ പറയുന്ന ഒരു 80% ആൾക്കാരും അതിനകത്ത് ഈ ക്യാമറ എന്നുള്ള സാധനം വിടും. പിന്നെ ആകപ്പാടെ ഇതൊരു കോമ്പറ്റീഷൻ ആണ് എന്നുള്ള ബോധം നമുക്ക് വരുന്നത് ടാസ്ക് തരുമ്പോ മാത്രമാണ്. ബിക്കോസ് ടാസ്കില് ജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലക്ഷറി ബഡ്ജറ്റ് കിട്ടുള്ളൂ. ഈ ലക്ഷറി ബഡ്ജറ്റ് എന്ന് പറയുന്നത് ചിക്കൻ, മീൻ, മുട്ട ഇതൊക്കെയാണ്. അപ്പൊ അതും ഈ പറയുന്ന 21 പേർക്ക് കിട്ടുന്നത് 1 കിലോ ചിക്കൻ, 1.5 കിലോ ചിക്കൻ, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് ജയിക്കണം എന്നുള്ള ഒരു തിങ്കിങ്, അതൊക്കെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി സർവൈവൽ ആണ്. അത് നമുക്കിപ്പോ ഞാനിപ്പോ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോ ചിലപ്പോ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല ഇതിനകത്ത് എന്തോരം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു ടാസ്ക് എന്നൊക്കെ പറയുന്നത് ഞാൻ കണ്ടു ടെലികാസ്റ്റ് വന്നപ്പം 5-10 മിനിറ്റിൽ അത് ടെലികാസ്റ്റ് ചെയ്ത് കാണിച്ച് തീർത്തു. പക്ഷെ ഈ പൊട്ട വെയിലത്ത് ഉച്ചയ്ക്ക് 12 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെ നിന്നിട്ടാണ് ഞങ്ങൾ ഈ ടാസ്ക് ചെയ്തത്. അതവർക്ക് അറിയില്ല. ഇത് എഡിറ്റ് ചെയ്ത് വന്നത് മാത്രമേ അവർക്ക് അറിയുള്ളൂ. അപ്പം ഇപ്പൊ ഞാൻ പല ഇന്റർവ്യൂസിലും എന്നോട് ചോദിച്ചപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, 24 മണിക്കൂർ അതിനകത്ത് നടന്ന സംഭവങ്ങൾ നിങ്ങൾ 1 മണിക്കൂറേ കണ്ടുള്ളൂ എന്ന് പറയും. അപ്പൊ ആൾക്കാർ ചോദിക്കുന്നത് എന്തറിയോ, 1 മണിക്കൂറിൽ തന്നെ നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പല കാര്യങ്ങൾക്കും തുമ്പും പാലും ഇല്ല. ഞങ്ങൾ തന്നെ കാണുമ്പോ ഞങ്ങൾ തന്നെ അതിശയിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെയല്ലല്ലോ, ഇതിന് ഇപ്പുറത്ത് പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിന്റെ റിയാക്ഷൻ ആയിരിക്കണം ഇങ്ങനെ വന്നത്. പക്ഷെ അത് കാണിച്ചിട്ടില്ല. അപ്പൊ എവിടെ അത് നമുക്ക് ഒരിക്കലും കുറഞ്ഞു പോകില്ല. എക്സാക്ട്ലി അതാണ് ഞാൻ പറഞ്ഞത്. എവിടെ കണ്ടന്റ് റീച്ച് ആകും എന്ന് തോന്നുന്നോ ആ ഏരിയ മാത്രമേ ടെലികാസ്റ്റ് ചെയ്യൂ. അത് നമുക്ക് ഒരിക്കലും ചാനലിനെയോ പ്രൊഡ്യൂസേഴ്സിനെയോ ഒന്നും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാനാണ് ഒരു സാധനം ഇപ്പൊ മാളു ചേച്ചിയുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഈ തരുന്ന ഇന്റർവ്യൂല് മാളു ചേച്ചിക്ക് ഏറ്റവും റീച്ച് കിട്ടും എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും മാളു ചേച്ചി എടുത്ത് പ്രൊമോ വിടുന്നത്. അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാനൊരു ചാനലിൽ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും എനിക്ക് തോന്നുകയാണ് ഈ സാധനം ഇട്ട ആൾക്കാർ കാണും. അടിയില്ലാത്ത എപ്പിസോഡിനൊന്നും റേറ്റിംഗ് ഇല്ലായിരുന്നു, പക്ഷെ അടി ഉണ്ടായിരുന്ന എപ്പിസോഡിനൊക്കെ ഭയങ്കര റേറ്റിംഗും ആയിരുന്നു. അത്രേ ഉള്ളൂ. അതാണ് ബേസിക് തിയറി. അപ്പം നമ്മള് മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ, ഇതൊരു ഷോ ആണ്, ഒരു ഗെയിം ഷോ ആണ്, ഒരു റിയാലിറ്റി ഷോ, ഒരു സീസൺ ആണ്, ഒരു 100 ദിവസത്തെ സീസൺ. അത് കഴിയുമ്പോ തീർന്നു. ഇതുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ചാനല്, ഷോ, ഇതിനകത്ത് നിന്ന കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും പേയ്മെന്റ് ഉണ്ടായിരുന്നു, ഡെയിലി പേയ്മെന്റ് ഉണ്ടായിരുന്നു. സോ അവർക്ക് കിട്ടേണ്ടതൊക്കെ അവർക്ക് കിട്ടി. ബാക്കിയുള്ളവർ ഈ പുറത്തു കിടന്ന് തമ്മിലടിച്ചിട്ട് എന്താ കാര്യം? അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ഇതിപ്പോ ഒരു സീസൺ കഴിഞ്ഞ് അടുത്ത സീസണിൽ വീണ്ടും പുതിയ ആൾക്കാർ വരും. അപ്പൊ അവർക്ക് വേണ്ടി പുറത്തുനിന്ന് ആൾക്കാർ വീണ്ടും തമ്മിലടിക്കും. വീണ്ടും അത് കഴിയുമ്പോ അടുത്ത ഇത് ഇറ്റ്സ് വിൽ ഗോ ഓൺ. അപ്പൊ ഇത് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതിനെ വെറും ഒരു റിയാലിറ്റി ഷോ ആയിട്ട് കാണുക. കണ്ടാ സിമ്പിൾ, തീർന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ റിയാലിറ്റി ഷോ എന്നുള്ളത് രജിസ്റ്റർ ആകുന്നതിനെക്കാട്ടിലും എല്ലാവരുടെയും മനസ്സിൽ ഒരു സീരിയൽ പോലെയാണ് ഇപ്പൊ ബിഗ് ബോസ്. നമ്മള് ചിലപ്പോ പറയില്ലേ, സീരിയലിലെ നെഗറ്റീവ് ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ കുറച്ച് വയസ്സായ ആൾക്കാർ എന്തിനങ്ങനെ ചെയ്തു, അതുപോലെ റിയാക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ അവരുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ തോന്നുന്നു. പക്ഷെ പലരും ഓർക്കാത്തൊരു കാര്യം, ഇവര് 24 hours ആ വെയിറ്റ് ചെയ്യുന്നത്. അവർക്ക് എനിക്ക് തോന്നുന്നില്ല ഒരു പേപ്പർ പേജൊക്കെ നിങ്ങൾക്ക് എഴുതാനുണ്ടെന്ന് പോലും തോന്നില്ല. ഒന്നുമില്ല. നമ്മള് എഴുതിക്കൊണ്ടിരുന്നത് ലിപ് ലൈനറും അവിടെ വെച്ചിരുന്ന നെയിൽ പോളിഷും ഒക്കെ വെച്ചിട്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഫോണില്ല, ന്യൂസ് പേപ്പർ ഇല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഒരു 2 മണിക്കൂർ തന്നെ ഫോണിൽ ചാർജ് ഇല്ലെങ്കിൽ നോർമൽ ഒരാളുടെ അവസ്ഥ എന്താണ്? ഫുൾ ടൈം ഫോൺ നോക്കുന്നത്. അപ്പൊ ഈ വീട്ടിനകത്ത് ഇരുന്നിട്ട് ഇത് മാത്രമല്ല, അവർക്ക് റിയാക്ട് ചെയ്യുക എന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഈ ആര്യവരുടെ 8 days ചെയ്യുമ്പോൾ ക്യാമറയുടെ കാര്യവും മറക്കും. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം നമ്മൾ റിയാക്ട് ചെയ്ത് തുടങ്ങും. പിന്നെ ഓബിയസ്ലി നമ്മളെല്ലാവരും റിയാക്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. പല കാര്യങ്ങളിൽ പല സിറ്റുവേഷൻസിൽ റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് എല്ലാവരും റിയാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഡിപ്പെൻസ് ഓൺ ദ
ടെലികാസ്റ്റ് എങ്ങനെ ടെലികാസ്റ്റ് വരുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിനിപ്പോ നമുക്ക് കുറ്റം പറയാനും 3 പറ്റില്ല. റൗണ്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ 3 റൗണ്ടിൽ എന്തായാലും അവർ സെലക്ട് ചെയ്തിരിക്കുന്ന 21 പേര് 21 സ്വഭാവമുള്ളവരായിരിക്കും. സോ ഒരു രീതിയിലും അവർ ഒരുമിച്ച് പോകൂല, എവിടെയെങ്കിലും ഒരിടത്ത് ഒരു അടി വരണം എന്നുള്ള. പക്ഷെ ഇതിപ്പോ ഒരു ചാനലിൽ വരുമ്പോ ഇപ്പൊ ആര്യ പറഞ്ഞ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അത് ആര്യ അന്ന് ആ കുട്ടി കണ്ട പാവമായിട്ട് ആയിരത്തി പിന്നെ അത്തരം ബഹളം ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോഴും ഇപ്പൊ ഞാൻ ഇപ്പൊ നമുക്കറിയുന്ന ഒരു ആർക്ക് ഭയങ്കര സ്ഥാനം എന്ന് പറയുമ്പോൾ ആര്യയെ നമുക്കറിയാം. ആര്യ ഇഷ്ടമില്ലാത്ത കാര്യത്തിന് ആര്യ റിയാക്ട് ചെയ്യും. ആര്യ അങ്ങനെ കണ്ടിട്ടുള്ളവർക്ക് ആര്യ അറിയാം. പക്ഷെ അല്ലാത്ത ഒരാൾക്ക് അയ്യോ മിണ്ടാതിരുന്ന കുട്ടി എന്തിനാണ് അതാണ് എല്ലാവരും. ആർക്കും നമ്മുടെ ഒറിജിനൽ നമ്മൾ ശരിക്കും എങ്ങനെയാണ്, നമ്മൾ എത്ര ബോൾഡ് ആണ്, എത്ര സ്ട്രോങ് ആണ് എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. പലരുടെയും വിചാരം ഞാൻ ആ ബഡായി ബംഗ്ലാവിലുള്ള മന്ദബുദ്ധി കുട്ടിയാണെന്നാണ്. അപ്പൊ ഞാൻ അതിനകത്ത് ചെന്ന് പല കാര്യങ്ങളിലും റിയാക്ട് ഒക്കെ ചെയ്തപ്പോ ഇവര് വിചാരിച്ചു ഇതെന്ത് പെണ്ണാണിത്, ഭയങ്കര വിഷമാണ്, വിഷം ചീറ്റുന്നു, ആ ലെവലിലേക്കാണ്. പിന്നെ അത് ഓരോരുത്തരുടെ തോട്ട് പ്രോസസ് ആണ്. നമുക്കിപ്പോ ഓരോരുത്തരെയും ചെന്ന് ഉപദേശിച്ച് കറക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ചിന്തിക്കേണ്ടവര് ചിന്തിക്കട്ടെ, നമ്മളെ അറിയാവുന്നവർക്ക് അവർക്ക് നമ്മളെ അറിയാം, അത്രേ. അപ്പൊ ആര്യ ഇപ്പൊ ജനുവരി എനിക്ക് തോന്നുന്നു ഒരു മാർച്ച് ഒക്കെ ആയിരുന്നപ്പോഴല്ലേ നിങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാൻ തിരിച്ചു പോകണം എന്ന് പറഞ്ഞത്? അതെ, മാർച്ച് ഒരു 15-16 ആയപ്പോ ഞങ്ങള് തിരിച്ചു വന്നു. അപ്പൊ സത്യം പറഞ്ഞാൽ ആര്യക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. ആര്യക്ക് അതായത് ഇത് ചിലപ്പോ ഒരു പക്ഷേ ഇത് മുന്നോട്ട് പോകുമെങ്കിൽ വിൻ ചെയ്യും എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നോ? അതോ ഇല്ല വിൻ ചെയ്യും എന്നുള്ള എക്സ്പെക്ടേഷൻ എനിക്കില്ലായിരുന്നു. പക്ഷേ 100 days കംപ്ലീറ്റ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ടൈറ്റിൽ വിന്നർ ആവണം എന്ന് എനിക്ക് ഒരിക്കലും ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ ഇതൊരു ഉള്ളിൽ ഞാൻ ആദ്യം തൊട്ടേ ബിഗ് ബോസിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് വിന്നർ ആവണം എന്നൊന്നുമില്ല, മറ്റേ പ്രൈസ് അടിച്ചുകൊണ്ട് പോകണം എന്നുള്ളതല്ല. പക്ഷെ 100 days എന്നുള്ള ഈ ഒരു എക്സ്പെരിമെന്റ് അത് ആ 100 days തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് പെട്ടെന്ന് ഇല്ലാണ്ടായപ്പം ഒരു ചെറിയ വിഷമം വന്നെങ്കിലും ആ ഷോ ടു ബി അതായത് ബിഗ് ബോസ് സീസൺ 2 എന്ന് പറയുന്നത് 75 days ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഫുൾ സീസൺ ഫസ്റ്റ് ഡേ ടു ലാസ്റ്റ് ഡേ ഞാൻ ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ ആക്ച്വലി പലരും പുറത്തു പോയി, അസുഖമായിട്ട് പോയി, അല്ലാണ്ട് ഇടയിൽ കയറി വന്നവരുണ്ട്, അങ്ങനെ കുറെ ഉണ്ട്. ഇത് ശരിക്കും ഫസ്റ്റ് ഡേ ടു 75 days വരെയും നിന്ന് ഫിനിഷ് ചെയ്തിട്ടുള്ള 2 ആൾക്കാരേ ഉള്ളൂ, ഞാനും ഫുക്രുവുമാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ റൈറ്റ് ഫ്രം ഡേ 1 to day 75 ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആ ഒരു കാര്യത്തില് ഐ എം വെരി ഹാപ്പി. ആൻഡ് ആര്യയുടെ നല്ല കാര്യങ്ങൾ നമ്മൾ ബഡായി ബംഗ്ലാവില് നല്ല അഭിപ്രായങ്ങൾ ഓഡിയൻസ് പറഞ്ഞു. ബിഗ് ബോസിൽ വന്നപ്പോ മിക്സഡ് കമന്റ്സ് ആയിരുന്നു എല്ലാവരും പറഞ്ഞത്. ഇപ്പൊ സിനിമയിലെ പല പല ക്യാരക്ടേഴ്സിനും നല്ല നല്ല അഭിപ്രായങ്ങളാണ്, അല്ലാതെ ഒരാൾ അയ്യ ആര്യ ചെയ്ത റോള് മോശം അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. എന്നിട്ട് പോലും എനിക്ക് തോന്നുന്നു ആര്യ ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ആവശ്യമില്ലാത്ത ഗോസിപ്പുകളില് ആര്യ വലിച്ചഴിക്കുന്നു. ആര്യ അങ്ങനെ പറഞ്ഞത് ഇതാണ് എന്ന് പറയുന്നു, ഒരു ചെറുതെന്തോ പറഞ്ഞത് അത് ഇതായിരിക്കാം എന്ന് പറയുന്നു. ആര്യ എത്രത്തോളം അത് ഡിസ്റ്റർബ് ചെയ്തു ആക്ച്വലി, അതോ അത് ഞാൻ ഡോണ്ട് കെയർ മോഡായിരുന്നു? കാരണം ആര്യ തുടക്കത്തില് ഭയങ്കര ആ ഒരു ഇടത്തിൽ കണ്ടു കഴിയുമ്പോ ഇതെന്താണ് ഈ പറയുന്നത്? കാരണം ഇതൊന്നും അല്ലല്ലോ, ഇപ്പൊ നമ്മൾ അറിയുന്നവരായതുകൊണ്ടായിരിക്കും. പക്ഷെ ഇങ്ങനെയൊന്നും അല്ലല്ലോ, ഇതെത്ര ഇങ്ങനെ ആവശ്യമില്ലാതെ കണക്ഷൻസ് വരുന്നു, ആവശ്യമില്ലാതെ അഭിപ്രായം പറയുന്നു. ഒരു നമുക്ക് അറിയുന്നവർക്ക് ശരിക്കും പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, എന്തിനാണ് ചെയ്യുന്നത്, എന്തെങ്കിലും വാട്ട് ഇസ് ദ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ ആര്യയുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരുന്നു? ആര്യ എങ്ങനെയാണ് ആ ഒരു ടൈം അത് കടന്നു നമ്മള്, ബട്ട് സ്റ്റിൽ എങ്ങനെയായിരുന്നു ആ ഒരു തുടക്കത്തില് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര വിഷമമായിരുന്നു, ഭയങ്കര ഒരു 1 week-ഓളം ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്നെ പറഞ്ഞത് ഓക്കെ, പക്ഷെ കുഞ്ഞിനെ പറഞ്ഞിട്ടുണ്ട്, അമ്മയെ പറഞ്ഞിട്ടുണ്ട്, സിസ്റ്ററിനെ പറഞ്ഞിട്ടുണ്ട്, മരിച്ചുപോയ അച്ഛനെ പറഞ്ഞിട്ടുണ്ട്. സോ അതൊക്കെ കുറെ കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആയി. ബിക്കോസ് ഇപ്പം എന്നെ പോലുള്ളവരെന്ന് പറഞ്ഞാൽ ഫാമിലിയുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടാണ് ഞാൻ, ഫാമിലിയാണ് എന്റെ ലോകം. അപ്പൊ അങ്ങനെ ഉള്ള ആൾക്കാർക്ക് ഇത് എഫക്ട് ചെയ്യും. അതൊന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോ ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. ഭയങ്കരമായിട്ട് ബാധിച്ചു. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എന്റെ കൂടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന എന്റെ ഫെല്ലോ കണ്ടസ്റ്റൻസ് ആണ്. കാരണം എന്നെക്കാളും മുന്നേ ഇറങ്ങിയ കുറെ പേരുണ്ടായിരുന്നു. മഞ്ജു ചേച്ചി ആണെങ്കിലും, സുരേഷ് ഏട്ടൻ, പ്രദീപ് ഏട്ടൻ, വീണ,
എല്ലാ നേരത്തെ ഇറങ്ങിയ ആൾക്കാര് ഇവരിത് ഫേസ് ചെയ്തിട്ട് നിൽക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ ഇറങ്ങി വന്നപ്പോ എനിക്ക് ഫസ്റ്റ് വന്ന കോള് വീണയുടെയാണ്. വീണ ആദ്യം എന്റെ അടുത്ത് പറഞ്ഞ ഇതാണ്, നീ ഇറങ്ങിയത് ഓക്കെ, നീ കുറച്ച് ദിവസത്തേക്ക് പറ്റുമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒന്നും തുറക്കണ്ട, അതല്ല തുറക്കുവാണെങ്കിൽ തന്നെ ഒന്നും വിഷമിക്കരുത്, ഒന്നും മൈൻഡ് ചെയ്യരുത്, ഇതൊക്കെ പാർട്ട് ഓഫ് പ്ലാൻ അറ്റാക്ക് ആണ്, വിട്ടേക്ക് എന്ന് പറഞ്ഞു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഇങ്ങനെ പറയുമ്പോഴല്ലേ നമുക്കൊരു ടെൻഡൻസി വരുന്നത് എന്താണെന്ന് അറിയാൻ. അങ്ങനെ ഓബിയസ്ലി ഞാൻ തുറന്ന് നോക്കിയതാ. പക്ഷെ ഭയങ്കര ഒരു വിഷമായിപ്പോ, എന്ത് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു. പിന്നെ അബ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വല്ലാത്ത അബ്യൂസ് ആയിരുന്നു. അതായത് പുറത്ത് പറയാൻ പറ്റാത്ത വാക്കുകൾ, അങ്ങനത്തെ അബ്യൂസ് ആയിരുന്നു. അപ്പൊ എനിക്ക് ഫസ്റ്റിങ് എനിക്ക് മനസ്സിൽ വന്നത് സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു. അത് എന്തായാലും ചെയ്തിട്ടുണ്ട്, സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരത് ഇപ്പൊ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ 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 അന്വേഷിച്ച് വന്ന് അവസാനം പോലീസ് ഓഫീസേഴ്സ് തന്നെ നമ്മളോട് പറഞ്ഞു, ഇത് ഒരു ഗ്രൂപ്പ് പ്ലാൻ ചെയ്ത അറ്റാക്ക് ആണ്. അതായത് അതിലുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ മാർക്കറ്റിംഗ് ടീം ഉണ്ടായിരുന്നു, അവര് തുടങ്ങി വെച്ചതാണ്. അവരുടെ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് തുടങ്ങി വെച്ചാണ്. അത് ഈ ഷോ നടക്കുന്ന സമയത്ത്, അതായത് ഈ പറയുന്ന കണ്ടസ്റ്റന്റിന് ഹൈപ്പ് കിട്ടാനും മറ്റുള്ളവർക്ക് വോട്ട് കുറയാനും ഉള്ള പരിപാടി, ഇതൊക്കെ ഈ ഷോയിന്റെ ഇടയിൽ നടക്കുന്ന സ്വാഭാവികം. പക്ഷേ ഇത്തവണത്തെ ഈ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വല്ലാത്ത മാർക്കറ്റിംഗ് ആയിപ്പോയി. അത് വേറെ ലെവലായി പോയി. ആൾക്കാർ അതിനെ പേഴ്സണലി എടുക്കാൻ തുടങ്ങി. പിന്നെ മാർക്കറ്റിംഗ് ടീമൊക്കെ പോയി അവരുടെ വഴിക്ക്. ഇപ്പോഴും ഈ പറയുന്ന അബ്യൂസ് ഒക്കെ വരുന്നത് സാധാരണ ആൾക്കാരുടെ അടുത്ത് നിന്നാണ്. അതായത് അവർക്ക് മനസ്സിലായിട്ടില്ല ഇതൊക്കെ ഒരു ഷോയിന്റെ ഭാഗമായിട്ട് പലരും കുത്തി സ്ക്രൂ അപ്പ് ചെയ്ത കാര്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലായിട്ടില്ല. ഇപ്പൊ പലരും എപ്പിസോഡ്സ് കണ്ടിട്ടില്ല. ഈ ഇറങ്ങിയ ട്രോൾ വീഡിയോസും കണ്ടിട്ടാണ് വഴക്ക് കൂടാൻ വരുന്നതും തെറി വിളിക്കാൻ വരുന്നതും. കാരണം അതിനകത്ത് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് സ്ലോ മോഷനിലൊക്കെ ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ പിടിക്കുന്നു, അങ്ങനെ ഇങ്ങനെ പിടിക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പം അതൊക്കെ ഒരു അറ്റാക്കിന്റെ ഭാഗമാണ്. അപ്പൊ അത് ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കിയാൽ ശ്രദ്ധിച്ചാൽ അറിയാം, എവിടെ പോയി ഈ പറയുന്ന ആർമി ഒന്നും ഇപ്പൊ അങ്ങ് കാണാനില്ല, വളരെ കുറവാണ്. കാരണം ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞു. അത് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ടൈം പീരീഡ് ഉണ്ട്. അവർ ഇത്ര ടൈമിലത്തേക്ക് സൈനപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞു, അതോടെ അത് അടങ്ങി. അതാണ് സംഭവിച്ചത്. അപ്പൊ തുടക്കത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തു. പിന്നെ നമ്മുടെ ഫാമിലി ഉണ്ടല്ലോ, അവർക്ക് അറിയാത്ത കാര്യമൊന്നുമില്ല. നമ്മുടെ ഫാമിലി ഉണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, അവര് കൂടെ നിന്നു, സ്ട്രോങ് ആയിട്ട് നിന്നു, സപ്പോർട്ട് ചെയ്തു. അതിനെ അങ്ങ് സർവൈവ് ചെയ്തു എന്ന് പറയാം. അതാണ് സത്യം, സർവൈവ് ചെയ്തു. പിന്നെ ഈ പറയുന്ന പോലെ ഒരു 80 കമന്റ്സ് ഉണ്ടെങ്കിൽ 80 കോളല്ല മെസ്സേജ്, ഓക്കെ, 80 കമന്റ്സ്. ഒരു 80 കമന്റ്സ് ഉണ്ടെങ്കിൽ ഈ 80 എണ്ണത്തില് ഒരു 50 എണ്ണം പോസിറ്റീവ് ഉണ്ടാവും, 30 എണ്ണം നെഗറ്റീവ് ഉണ്ടാവും. കുഴപ്പമില്ല, 30 എണ്ണം നമുക്ക് വേണ്ട, ആ 50 എണ്ണം മതി എനിക്ക്. ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിൽ കൂടെയാണ് ഏറ്റവും കൂടുതൽ അബ്യൂസ് ഫേസ് ചെയ്തത്. ഫേസ്ബുക്കും ഉണ്ട്. ഫേസ്ബുക്ക് ഞാൻ ഇപ്പോഴും ഓപ്പൺ ചെയ്തിട്ടില്ല, കാരണം ഫേസ്ബുക്കിൽ ഇപ്പോഴും ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല അങ്ങോട്ട് നോക്കാൻ. ഇൻസ്റ്റഗ്രാമില് എനിക്ക് തുടക്കത്തില് ഭയങ്കര പ്രശ്നം. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും കുറെ മെസ്സേജ് എന്ന് വെച്ചാൽ കുറെ പിള്ളേര്, കുറെ അമ്മമാര് ഒക്കെ, കുറെ സെൻസിബിൾ ആയിട്ടുള്ള ആൾക്കാര് മെസ്സേജ് അയക്കുന്നുണ്ട്, ഭയങ്കര പോസിറ്റീവായിട്ട്. എന്നിട്ട് അതിൽ തന്നെ കുറെ പേര് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പബ്ലിക്കലി കമന്റ് ഇടാൻ പേടിയാണ് ചേച്ചി, കാരണം ഞങ്ങൾ ഒരു പ്രാവശ്യം കമന്റ് ഇട്ടു, അപ്പം എന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ വന്ന് തെറി വിളിച്ചിട്ട് പോയി. അപ്പൊ അങ്ങനെ ഒരു സാധനം ഉണ്ട്. അതായത് എന്നെ നല്ലത് പറഞ്ഞ അപ്പൊ അവരുടെ അക്കൗണ്ടിൽ കയറി തെറി വിളിക്കും. അങ്ങനത്തെ ഒരു അറ്റാക്കിംഗ് സിസ്റ്റം ആയിരുന്നു. അതുകൊണ്ട് പലരും പബ്ലിക്കലി ഇടാൻ പേടിച്ചിട്ട് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയക്കുകയാണ്. എനിക്ക് ഇപ്പോഴും വന്ന് കിടപ്പുണ്ട്, ഓൾമോസ്റ്റ് 99+ മെസ്സേജസ് ഇപ്പോഴും വായിക്കാണ്ട് ഞാൻ കിടപ്പുണ്ട്. എല്ലാം പോസിറ്റീവ് മെസ്സേജസ് ആണ്. ഇപ്പൊ വരുന്ന കൂടുതലും ഇങ്ങനത്തെ മെസ്സേജസ് ആണ്. അപ്പൊ അതൊരു സന്തോഷം. അതാ പറഞ്ഞ, അതിനെ സർവൈവ് ചെയ്ത് അതങ്ങ് പോയി, ആ കാലം കഴിഞ്ഞു. അല്ല, ഇനിയിപ്പോ ഞാൻ ആക്ച്വലി വെയിറ്റ് ചെയ്യുകയാണ്. അടുത്ത ബിഗ് ബോസ് സീസൺ വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ഏതൊക്കെ വെമ്പാലാസും മറ്റേ കൊള്ളമാമീസും ഒക്കെയാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഭയങ്കര ഡെസ്പറേറ്റ് ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഫേസ് ചെയ്ത് കഴിഞ്ഞപ്പോ കുറച്ചുകൂടെ
സ്ട്രോങ് ആയില്ലേ, Bold ആയി. Yes. കുറച്ചുകൂടി ബോൾഡർ ആയി എന്ന് തോന്നുന്നു ആര്യ. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിനകത്തല്ല, ബിഗ് ബോസിന് പുറത്ത് വന്നിട്ടാണ് പഠിച്ചത്. എല്ലാരും ചോദിക്കണ്ടേ ബിഗ് ബോസിനകത്ത് ഇത്രയും ദിവസം നിന്നിട്ട് എന്താ പഠിച്ചത്? ബിഗ് ബോസിനകത്ത് നിന്നിട്ട് ഒന്നും പഠിച്ചില്ല. ബിഗ് ബോസിനകത്ത് ഞാൻ തന്നെയായിരുന്നു. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ ഇഗ്നോറൻസ് എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു ആർട്ട് ഞാൻ പഠിച്ചു. അത് കൊള്ളാം, നല്ല സാധനം, എല്ലാരും പഠിച്ചിരിക്കുന്ന വളരെ നല്ല. പക്ഷെ അത് പലർക്കും പറ്റാറില്ല എനിക്കോട്. പക്ഷെ അത് നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ കുറെ പ്രോബ്ലംസ് ചെയ്യുന്ന നമുക്കൊരു സമാധാനം പ്രോബ്ലം. അപ്പൊ ഈ സെഷൻ ഇവിടെ തീരാണ്. ഇനി സെക്കൻഡ് സെഷൻ ടപ്പ് ടപ്പ്. അപ്പൊ ആര്യ, ടപ്പ് ടപ്പ് സെഷനിലേക്ക് സ്വാഗതം. ഞാൻ ടപ്പ് ടപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കും, ടപ്പ് ടപ്പ് ആൻസർ പറയാം. സീരിയൽ ആണോ സിനിമയാണോ? സിനിമ. മോർണിംഗ് ആണോ നൂൺ ആണോ നൈറ്റ് ആണോ? നൈറ്റ്. ഗോൾഡ് ആണോ സിൽവർ ആണോ പേൾ ആണോ? പേൾ. മണി ആണോ പീസ് ആണോ? പീസ്. ഫോൺ ആണോ ലാപ്ടോപ്പ് ആണോ? ഫോൺ. ആപ്പിൾ ആണോ സാംസങ് ആണോ? ആപ്പിൾ. മേക്കപ്പ് ആണോ നോ മേക്കപ്പ് ആണോ? നോ മേക്കപ്പ്. ശരി. ഇനി അടുത്തതും ഇതേ ടപ്പട്ടപ്പയുടെ അകത്തുള്ള ഒരു സെഷൻ തന്നെയാണ് ഞാൻ ചോദിക്കുന്നതിന്. അധികം ചിന്തിക്കേണ്ട, ഡിപ്ലോമാറ്റിക് ആൻസേഴ്സ് എനിക്ക് വേണ്ട. ഫസ്റ്റ് തോന്നുന്ന കാര്യം, എല്ലാവർക്കും ഒരു ബക്കറ്റ് ലിസ്റ്റ് കാണും. കുറെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പറയും. ഇനി ആരെയൊക്കെ ബക്കറ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ ഉള്ള കാര്യം എന്താണ്? എനിക്കിനി ആഡ് ചെയ്യാനുള്ളത്, എനിക്ക് ട്രാവൽ ചെയ്യണം. അതായത് ഞാന് ബീച്ച് ലവർ ആണ്. എനിക്ക് ബീച്ചസ് ഭയങ്കര ഇഷ്ടമാണ്. ബീച്ചസ് ഉള്ള ട്രോപ്പിക്കൽ സ്ഥലങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് ബീച്ചുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഏരിയാസ് ലൈക്ക് മിയാമി, ബാലി, നമ്മുടെ മൊറീഷ്യസ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ട്രാവൽ ചെയ്യണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. അത് ഡെഫിനറ്റ്ലി ഇൻ ദ ബക്കറ്റ് ലിസ്റ്റ്. ഓക്കെ. ആൻഡ് ഏറ്റവും പേടിയുള്ളത്? ലൂസിങ് ദ ലവ്ഡ് വൺസ്. ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഫ്ലേവർ? ചോക്ലേറ്റ്സ്. അല്ല, ചിക്കു. ചിക്കു. ഓക്കെ. ഏത് കൈൻഡ് ഓഫ് ആൾക്കാരാണ് ലൈക്ക് ഏറ്റവും കൂടുതൽ ആര്യക്ക് അനോയിങ് ആയിട്ട് തോന്നുന്നത്? അനോയിങ് ആയിട്ട് തോന്നുന്നത് നമ്മളെ കുറിച്ച് ഒന്നും അറിയത്തില്ല, എന്നാലും നമ്മളെ കുറിച്ച് അഭിപ്രായം പറയും. അതായത് മോശം, ഒന്നും അറിയില്ല നമ്മളെ കുറിച്ച്, ആരാന്ന് പോലും അറിയില്ല, പക്ഷെ വന്ന് തെറി വിളിക്കും, ചീത്ത പറയും, മോശം പറയും, നിനക്ക് നാണോ ഇല്ലേടി എന്ന് ചോദിക്കും. അങ്ങനത്തെ ആൾക്കാരെയാണ് എനിക്ക് അനോയിങ് ആയിട്ട് ഫീൽ. അങ്ങനെയുള്ള ആരെങ്കിലും ഒരാളുടെ അടുത്ത് തിരിച്ച് എന്തെങ്കിലും പറഞ്ഞതായിട്ട് ഓർക്കുന്നത്? തിരിച്ച് ഞാൻ റിപ്ലൈ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. എന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു സമയത്ത് ഞാൻ എല്ലാ കമന്റ്സിനും റിപ്ലൈ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരത് എന്റർടൈൻമെന്റ് ആയിട്ട് എടുക്കാൻ മനസ്സിലായപ്പോൾ ഞാൻ സ്റ്റോപ്പ്. വൺ ടു വൺ വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു സിനാരിയോ എപ്പോഴെങ്കിലും? ലൈക്ക് നേരിട്ട് കാണേണ്ട അവസ്ഥ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഒരിക്കലും ഇല്ല. ഈ പറയുന്ന വെർച്വൽ മെസ്സേജസിൽ കൂടെ അല്ലെങ്കിൽ വെർച്വൽ കമന്റ്സിൽ കൂടെ പറയുന്നതല്ലാതെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഓടി വന്ന് ചേച്ചി ഒരു സെൽഫി എടുത്തോട്ടെ, ഞങ്ങൾ ഭയങ്കര ഫാനാണ് എന്ന് പറയുന്നതല്ലാതെ ഇന്നേ വരെ എന്റെ മുഖത്ത് നോക്കി നിനക്ക് നാണമില്ലേടി എന്ന് ആരും ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അപ്പൊ എനിക്ക് അറിയാം എന്താ പറയുന്നത്. അങ്ങനെ ആരെങ്കിലും ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ആൻസർ ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുവാണ്, ആരെങ്കിലും ഒന്ന് ചോദിക്കണമെങ്കിൽ വിചാരിച്ചിട്ട്. അതെ. ഇപ്പൊ എന്തായാലും തൽക്കാലം പുറത്തൊന്നും ഇറങ്ങണ്ട, കൊറോണ ഒക്കെ ഒന്ന് കഴിഞ്ഞു. കൊറോണ. അതെ. സിനിമയൊക്കെ കാണുന്ന ആളല്ലേ? അപ്പൊ നമ്മള് കുറെ മൂവീസ് കാണുമ്പോൾ നമുക്ക് ചില കോട്സ് സിനിമയുടെ ഇടയിൽ ആരെങ്കിലും ആൾക്കാരൊക്കെ പറഞ്ഞ ചില ഡയലോഗ്സ് ഒക്കെ ഓർമ്മ. അങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡയലോഗ് അല്ലെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഡയലോഗ് ഏതാണ്? എനിക്ക് ഇപ്പം MS ധോണി എന്ന് പറഞ്ഞ മൂവിയില്, അത് കോട്ടല്ല, എനിക്കറിയില്ല അത് ലൈക്ക് എങ്ങനെയാണ് എന്നുള്ളത്. അതിലൊരു ഫോൺ കോൺവെർസേഷൻ ഉണ്ട്. സുശാന്തും നമ്മുടെ കിയാര അദ്വാനിയും തമ്മിലൊരു ഫോൺ കോൺവെർസേഷൻ ഉണ്ട്. അതായത് കിയാര ഇൻഡയറക്ട്ലി സുശാന്തിനെ പ്രപ്പോസ് ചെയ്യുന്ന പോലത്തെ ഒരു സാധനം. അപ്പൊ സുശാന്ത് പറയുന്നുണ്ട് നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരത്തി തിരിച്ചു ചോദിക്കുന്നുണ്ട്, അല്ല കിയാര അല്ല ആക്ച്വലി, അതിനു മുമ്പ് ദിശ പട്ടാണി പ്രപ്പോസ് ചെയ്യുന്ന പോലെ ചോദിക്കുമ്പോ സുശാന്ത് പറയുന്നു നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, നമുക്ക് നോക്കാം എന്ന് പറയുമ്പോ പുള്ളിക്കാരത്തി ചോദിക്കുന്നുണ്ട് നമുക്ക് ശരിക്കും സമയമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ അത് കട്ടാവുകയാണ്. ആ ഒരു ഫോൺ കോൾ കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി ആക്സിഡന്റിലും മരിക്കുന്നത്. സോ ആ ഒരു സംഭവം എനിക്ക് ഇറ്റ് ഓൾവേസ് സ്റ്റേസ്. അതായത് ഇറ്റ് ഈസ് എ ഗുഡ് മെസ്സേജ്. നമ്മൾ എപ്പോഴും ആലോചിക്കും നമുക്ക് കുറെ സമയമുണ്ട്, നമുക്ക് എൻജോയ് ചെയ്യാൻ ഇഷ്ടം പോലെ സമയമുണ്ട്, അപ്പൊ ഇന്നിപ്പോ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവും. പക്ഷെ അത് അങ്ങനെയല്ല. നാളെ നമ്മളൊക്കെ ജീവനോടെ ഇരിക്കോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല.
സോ ബെറ്റർ ഗെറ്റ് തിങ്സ് ഡൺ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഫ് യു റിയലി വാണ്ടഡ് യു ഗെറ്റ് ഇറ്റ് റൈറ്റ് നൗ റൈറ്റ്. അത് നമ്മള് ചിലപ്പോ പറയില്ലേ എന്തെങ്കിലും ഒന്ന് എടുത്ത് വെക്കും നാളെ ആവട്ടെ, അതല്ലോ നമ്മള് വീട്ടിലുണ്ടോ. ബട്ട് ഈ ചില നമ്മള് ഈ ചില ന്യൂസ് ഒക്കെ കേൾക്കില്ലേ, ഇപ്പൊ പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചിലർ മരിക്കുന്നു, ചിലർ പുറത്ത്. അപ്പൊ ചിലപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ അവരെന്തൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും, നാളെ എന്തൊക്കെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ശരിക്കും ആൾക്കാർ പലപ്പോഴും ഓർക്കാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു ദിവസമല്ല, ഈ ഒരു സെക്കൻഡ് മാത്രമേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ജീവനോടെ ഉള്ളൂ. നമ്മള് ശ്വാസം വിടുന്നോ ഇല്ലയോ അതെല്ലാം ഡിഫറെന്റ്. പക്ഷെ ആൾക്കാർ പ്ലാൻ ചെയ്യുന്നത് അങ്ങ് 20 years കഴിയുമ്പോ, 30 years കഴിയുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനും പല കാര്യങ്ങളും ചെയ്യാനും അവരുടെ ഈഗോ കാരണം പല കാര്യങ്ങളും മറക്കുന്നു, പലതും ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പൊ എല്ലാവരും പറയില്ലേ, പൊതുവെ ആൾക്കാർ മരിച്ചു കഴിയുമ്പോഴോ അവൻ നല്ലവനായിരുന്നു, അതേ കാര്യം ജീവിച്ചിരിക്കുമ്പോ പറയില്ല. അതാണ് ആ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ആയിരിക്കും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ കുറച്ച് ഒരു ആയിരിക്കും അത് മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നത്. പക്ഷെ അതേ സമയത്ത് കോമഡി ആയിട്ട് മലയാളം ഫിലിംസിലുള്ള ഏതെങ്കിലും ഡയലോഗ് ഓർമ്മയുണ്ട്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ അക്ക, ചക്ക, അതുപോലെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ മനസ്സിൽ നിൽക്കുന്ന അങ്ങനത്തെ ഒരു കോമഡി, അല്ലെങ്കിൽ സ്ഥിരം യൂസ് ചെയ്യുന്ന സിനിമയിലെ ഏതെങ്കിലും ഡയലോഗോ അങ്ങനെ എന്തെങ്കിലും? ജാങ്കോ നീ അറിഞ്ഞോ ഞാൻ പെട്ടു, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണം അതാണ് ജാങ്കോ. ഓക്കെ. ആൻഡ് മീനസ്റ്റ് ആയിട്ട് ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഈ 1-to-1 ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ, ഞാൻ പറയാം ഈ ചാറ്റ്സ് ആൻഡ് മെസ്സേജസ് അല്ല, അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് പേഴ്സണലി. മനസ്സിലായി. ഇല്ല, ആക്ച്വലി ഞാന് ബേസിക്കലി ഭയങ്കര ഇമോഷണലി ബൗണ്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ സിനിമ കണ്ട് കഴിയുന്ന ആളാണ് ഞാൻ. അപ്പൊ അറിയാലോ എന്റെ ഒരു ഇമോഷണൽ EQ കോഷ്യന്റ് എത്രത്തോളം ആണെന്ന് അറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ മീനായിട്ട് സംസാരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇപ്പൊ അഥവാ ഞാൻ അറിയാതെ എന്തെങ്കിലും എന്റെ വായിന്ന് വീണ് പോയാൽ തന്നെ അടുത്ത സെക്കൻഡ് ഞാൻ പോയി സോറി പറഞ്ഞ് കെട്ടിപ്പിടിക്കും. അതാണ് എന്റെ ക്യാരക്ടർ. അപ്പൊ ഇതുവരെ ഞാൻ അങ്ങനെ റൂഡായിട്ട് ആരോടും സംസാരിച്ചിട്ടില്ല. പൊതുവെ ദേഷ്യം വന്നാല് നല്ലോണം ഇല്ല. ദേഷ്യം വന്നാൽ ഞാൻ ആക്ച്വലി എക്സ്പ്രസ് ചെയ്യും, ഞാൻ കൊടുക്കും. ഇപ്പൊ ഷൗട്ട് ചെയ്യേണ്ട സ്ഥലമാണെങ്കിൽ ഞാൻ ഷൗട്ട് ചെയ്യും. 100% ഞാൻ റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്യാണ്ട് ഞാൻ ഇരിക്കില്ല. ദേഷ്യം വന്നാൽ ഡെഫിനറ്റ്ലി റിയാക്ട് ചെയ്യും. പക്ഷെ ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും ദേഷ്യപ്പെടില്ല. എന്റെ അത്രയും ആ ഒരു ലെവൽ അല്ലെങ്കിൽ അത്രയും സഹിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ മാത്രമേ ദേഷ്യപ്പെടൂ. അത്ര നമ്മളെ പേഴ്സണലി ഹേർട്ട് ചെയ്തു അല്ലെങ്കിൽ പേഴ്സണലി നമ്മളെ ബാധിച്ചിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. ഞാൻ റിയാക്ട് ചെയ്യും ദേഷ്യം വന്നാൽ. ഞാനിത് ചോദിക്കാൻ കാരണം ഇപ്പൊ ഇമോഷണലി ഇപ്പൊ എനിക്ക് എന്തെങ്കിലും കാര്യം വന്ന് ദേഷ്യം വന്നാൽ ഭയങ്കരമായിട്ട് ഞാൻ ദേഷ്യപ്പെടും. പക്ഷെ അതേ സമയത്ത് കണ്ണിനും കൂടെ വെള്ളം വരും. ആൾക്കാർ എനിക്കും അതാണ്. ഞാൻ ഷൗട്ട് ചെയ്യൊക്കെ ആണെങ്കിലുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ഇവിടുന്ന് ഡയറക്ട്ലി പൊന്തി വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ചിലപ്പോ അത് ഭയങ്കര നേരം അങ്ങ് ഷാർപ്പായിട്ട് പോകും. ബട്ട് അത് ജെന്യുവൻ ആണ്. അത്രയും എനിക്ക് പേഴ്സണലി വിഷമം ഉണ്ടാക്കിയോണ്ട് മാത്രമേ ഞാനത് റിയാക്ട് ചെയ്യുള്ളൂ. ഏറ്റവും what makes you smile? My baby makes me smile. Okay. And ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയില് ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ലൈക്ക് ചെയ്തത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഇപ്പൊ ഒരു ഈ ഇന്റർവ്യൂവിന് മുമ്പ് ആയിക്കോട്ടെ, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ലൈക്ക് ചെയ്തത്? എനിക്ക് തോന്നുന്നു ഞാൻ ലൈക്ക് ലാസ്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിൽക്കുമായിരുന്നു, അത് എനിക്കറിയാം. എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. ബട്ട് ഐ ഡെഫിനറ്റ്ലി ലൈക്ഡ് എലീനയുടെ ലാസ്റ്റ് ഇട്ടേക്കുന്ന പിക്ചർ ഞാൻ ലൈക്ക് ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം. എല്ലാരും കോംപ്ലിമെന്റ്സ് തരുമല്ലോ. നല്ല ഭംഗിയാണ്, ഭയങ്കര കണ്ണിലാണ്, നല്ല ഹെയർ ആണ്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ കോംപ്ലിമെന്റ് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ആൾക്കാർ കോംപ്ലിമെന്റ് ചെയ്യുന്ന ബഡായി ബംഗ്ലാവിലെ പെർഫോമൻസ് ആണ്. ഓക്കെ. അല്ല, ഞാൻ അല്ലാതെ ഇപ്പൊ ഫീച്ചേഴ്സിന്റെ കാര്യം ചോദിക്കാണ്. ഫീച്ചേഴ്സില് ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ്സ് കിട്ടുന്നത് ഫിസിക്കിനാണ്. എന്ന് വെച്ചാൽ മെലിഞ്ഞിരിക്കുന്നു എന്നുള്ളത്, അതിനെയാണ് ഏറ്റവും കൂടുതൽ എല്ലാരും പറയുന്നത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം ഞാൻ 8 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ അമ്മയാണ് എന്നുള്ളത്. അപ്പൊ ആ പെർസ്പെക്റ്റീവില് നോക്കുമ്പോ എല്ലാരും പറയാറുണ്ടോ ഇതെങ്ങനെയാ ഇങ്ങനെ ഇരിക്കണം എന്ന് ചോദിക്കാറുണ്ട്. ഫേവറേറ്റ് മെമ്മറി അല്ലെങ്കിൽ
ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ഒരു മെമ്മറി കാണും, അതെന്താണ്? ക്ലോസ് ടു ഹാർട്ട് കൊറേ ഉണ്ട് എനിക്ക്. ക്ലോസ് ടു ഹാർട്ട് അച്ഛന്റെ കൂടെ ഉള്ള മൊമെന്റ്സ് ആണ് കൂടുതലും എനിക്ക് ഏറ്റവും ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ളത്. എല്ലാവരും ഭാര്യയ്ക്ക് പല നിക്നെയിംസ്, പെറ്റ് നെയിംസ്, എങ്ങനെ വേണമെങ്കിലും അതിനെ പറയാം. ഏറ്റവും ഫേവറേറ്റ് എന്ത് പേരാണ് ആര്യ, എന്ത് പേര് വിളിക്കുമ്പോഴാണ് ആര്യക്ക് ഭയങ്കര സന്തോഷം സ്നേഹം ഒക്കെ ഒരേ സമയത്ത് വരുന്നത്? ബഡായി. ബഡായി എന്ന് വിളിക്കുന്നത്. ഓക്കെ. ആൻഡ് വാട്ട് കൺഫ്യൂസസ് യു ദ മോസ്റ്റ്? എന്നെ, അതായത് എന്നെ കുറിച്ചൊന്നും അറിയാണ്ട് എന്നെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാര്, എന്നിട്ട് അവരെന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നു. ദാറ്റ് കൈൻഡ് ഓഫ് കൺഫ്യൂസസ് മീ എ ലോട്ട്. എന്നുവെച്ചാൽ വൈ? ഞാൻ അവരെ കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ പോകുന്നില്ലല്ലോ. നിങ്ങൾ അവരിപ്പോ എന്നെ തെറി വിളിച്ചു, അല്ലെങ്കിൽ എന്റെ അമ്മയ്ക്ക് വിളിച്ചു, അല്ലെങ്കിൽ അച്ഛന് വിളിച്ചു. ഐ ഹാവ് ഓൾ ദ റൈറ്റ് ടു ജഡ്ജ് ദം. നിങ്ങൾക്ക് അറിയില്ല ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയാണ്. എത്ര ദിവസം കൊണ്ട് അറിയാം നിങ്ങൾക്ക്? എന്നെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ആൾക്കാരെക്കാളും നിങ്ങൾ അഭിപ്രായം പറയുന്നു, നിനക്ക് നന്നായി കൂടെ എന്ന് ചോദിക്കുന്നു. അപ്പൊ അതൊന്നും എനിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളാണ്. ഐ ആം വെരി കൺഫ്യൂസ്ഡ്, സ്റ്റിൽ കൺഫ്യൂസ്ഡ്. ഓക്കെ. ആൻഡ് മൂവീസ് ഒക്കെ കാണുന്ന ഒരാളാണ്. ലേറ്റസ്റ്റ് ക്രഷ് ആരാണ്? ലേറ്റസ്റ്റ് ക്രഷ് എനിക്ക് ആക്ച്വലി ഒരു ക്രഷേ ഉള്ളൂ. അത് ലേറ്റസ്റ്റ് ആയാലും എപ്പോഴായാലും ഒക്കെ ആയാലും ഫീമെയിൽ ക്രഷ് ആണ്. നയൻതാര. അല്ല, എനിക്ക് മെയിൽ ക്രഷ് ആണ്. മെയിൽ ക്രഷ് ആണോ? ക്രഷ് എനിക്ക് അപ്പോഴും ഇപ്പോഴും എപ്പോഴും ഹൃതിക് റോഷനാണ്. പക്ഷെ ഹൃതിക് റോഷൻ ആവില്ല, ഇനി വേറെ ആരെങ്കിലും. എനിക്ക് സത്യം പറഞ്ഞോണ്ടല്ലോ, എനിക്ക് ഒരു മെയിൽ ആക്ടേഴ്സിനോട് അങ്ങനെ ക്രഷ് തോന്നാറില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ കാണുമ്പോ എന്ത് ഭംഗിയാ, എന്ത് സുന്ദര, അങ്ങനെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ എനിക്ക് തോന്നിയത് ഇപ്പൊ റീസെന്റ് വന്ന 365 ഡേയ്സിലെ നായകൻ നെറ്റ്ഫ്ലിക്സിലെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഞാനും കണ്ടിട്ടില്ല, പക്ഷെ ഈ പുള്ളി ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ ഞാൻ ഈ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ പോയി നോക്കി. കൊള്ളാം, ചെക്കൻ കൊള്ളാം, നന്നായിട്ടുണ്ട്. പിന്നെ എനിക്ക് നമ്മുടെ പ്രൊഫസറിനെ ഭയങ്കര ഇഷ്ടമാണ്. അതൊരു ക്രഷ് ഒന്നുമല്ല, ബട്ട് ഐ ലൈക്ക് ആഫ്റ്റർ മണി ഹേസ്റ്റ്. ബെർലിനെ ഇഷ്ടല്ലേ? ബെർലിൻ അടിപൊളിയാ. ബെർലിനെ എനിക്ക് ഇഷ്ടമാണ്. ബെർലിനും പ്രൊഫസറുമാണ്. പ്രൊഫസർ, ബെർലിൻ ആൻഡ് നൈറോബി ആണ് മണി ഹേസ്റ്റിലെ എന്റെ ഫേവറേറ്റ്സ്. ഓൺ എ സ്കെയിൽ ഓഫ് 1 to 10, ഞാനിപ്പോ താഴെ കുറച്ച് കാര്യങ്ങൾ പറയും. 1 to 10 ഒരു മാർക്ക് ആര്യയെ കുറിച്ച് തോന്നുന്നു. How cool are you? 7. How fun loving? Fun loving 10 on 10. How loyal? 10 on 10. How cruel? I'm not cruel. 5 on 10. ഒരു പകുതി. അല്ല, ഒരു പകുതി. എന്തറിയോ കാരണം? ഞാൻ പറഞ്ഞില്ലേ, ദേഷ്യമൊക്കെ വന്നാൽ ഞാൻ റിയാക്ട് ഒക്കെ ചെയ്യും. അപ്പൊ ചിലപ്പോ ആൾക്കാർക്ക് ഞാൻ ഭയങ്കര സാധനമായിട്ടൊക്കെ തോന്നും. അപ്പൊ ഞാൻ ഇപ്പൊ കയറി ഞാൻ ക്രൂവലല്ല, ഞാൻ 3 ഒക്കെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവര് തന്നെ എന്നെ ട്രോളും. അതുകൊണ്ട് വെറുതെ എന്തിനാ. ഇനി കുറച്ച് ഓപ്ഷൻസ് തരാം. ആ ഓപ്ഷൻസ് ഇത് സെലക്ട് ചെയ്യണം. ഇപ്പൊ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ 3 ആക്ടേഴ്സിന്റെ പേര് പറയാം. ഓക്കെ. എന്നിട്ട് 3 റോൾസ് പറയും. ഈ ആക്ടേഴ്സുമായിട്ട് മാച്ച് ചെയ്യാം. ഓക്കെ. ഇപ്പൊ ആര്യക്ക് ഒരു ലവറിനെ സെലക്ട് ചെയ്യണം, ഒരു ബ്രദറിനെ സെലക്ട് ചെയ്യണം, ഒരു ഹീറോയിനെ സെലക്ട് ചെയ്യണം. ഓക്കെ. ലവർ, ബ്രദർ, ഹീറോ വേറെയോ? ഹീറോ വേറെ. ഇതാണോ? ഓക്കെ. അല്ലല്ലോ, ലവർ ഉണ്ട്, ഹീറോ സിനിമയിലല്ലേ? അല്ല, അത് മാച്ച് ആവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്തിട്ടത്. ലവർ, ബ്രദർ, ഹീറോ. അപ്പൊ എന്റെ 3 ഓപ്ഷൻ: ദുൽഖർ സൽമാൻ, നിവിൻ പോളി, ടോവിനോ. ലവർ ടൊവിനോ, ഹീറോ ദുൽഖർ സൽമാൻ, ബ്രദർ നിവിൻ പോളി. ശരി. ഇപ്പൊ ഞാൻ കുറച്ച് ആക്ടേഴ്സിന്റെ പേര് പറയാം. അത് കഴിയുമ്പോ ഞാൻ പെട്ടെന്ന് പറയുമ്പോ ആരുടെ പേരാണ് അതുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നത് അവരുടെ പേര്. ഓക്കെ. സൗബിൻ, ആസിഫ്, ശ്രീനാഥ്. കിങ് ഓഫ് എക്സ്പ്രഷൻ എന്ന് കേൾക്കുമ്പോ സൗബിൻ. കിങ് ഓഫ് ഡാൻസ്. ആക്ച്വലി
പ്രണവ്. പ്രണവ്, ഓക്കെ. അത് ഞാൻ ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചതാണ്. കിങ് ഓഫ് കോമഡി. കിങ് ഓഫ് കോമഡി ഭാസി. കിങ് ഓഫ് സെന്റിമെന്റ്സ് ആസിഫ് അലി. ഇനി എന്റെ അടുത്ത ക്വസ്റ്റ്യൻ. ഞാനിപ്പോ കുറച്ച് ഫിലിംസ് അതിൽ അഭിനയിച്ച ആക്ട്രസുകളുടെ പേര് പറയാം. ഓക്കെ, ആര്യക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സിനിമയില് ഒരാളെ റീപ്ലേസ് ചെയ്ത് ആര്യക്ക് അഭിനയിക്കാം. അത് ഏത് സിനിമയിലെ ഏത് ക്യാരക്ടറാണ്, ഏത് ആരെയാണ് ഹീറോയിനെ മാറ്റിയിട്ട് ചെയ്യണം എന്ന് പറയാം. ഓക്കെ, മണിച്ചിത്രത്താഴ് ശോഭന, കന്മദം മഞ്ജു വാര്യർ, കിൽക്കം രേവതി, ചെമ്മീൻ ഷീല. കന്മദം. അപ്പൊ എപ്പോഴെങ്കിലും ആ ക്യാരക്ടറിന്റെ ചില ഡയലോഗ്സ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ബട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് വരുന്ന ഓഫേഴ്സ് കൂടുതലും കോമഡി ബേസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് വരുന്നത്. അത് ചിലപ്പോ ഈ ബഡായി ബംഗ്ലാവിന്റെ ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നോണ്ടായിരിക്കണം. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, കുറച്ച് അഭിനയിക്കാൻ ഉള്ള വേറെ വേരിയേഷൻസ് ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി അത്. ഇപ്പൊ ടിക്ടോക്ക് ഒക്കെ ചെയ്ത് എനിക്ക് തോന്നുന്നു ഈ ടിക്ടോക്കിൽ പൊതുവെ ഇങ്ങനെ ഒരു വേർഡ് ഉണ്ട്, പ്രമുഖ. ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ പ്രമുഖനാണ്, ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ പ്രമുഖയാണ്. ലൈക്ക് ആൾക്കാർ തന്നെ കൊടുത്തിരിക്കുന്ന പേരാണ്. ആൻഡ് അവര് ഫോളോ ചെയ്യും, തിരിച്ച് ഫോളോ ചെയ്യില്ല, അവര് കമന്റ് ചെയ്യും, തിരിച്ച് കമന്റ് ചെയ്യില്ല. അപ്പൊ പ്രമുഖയായി പിന്നെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആൾക്കാരെ ഏറ്റെടുക്കുകയാണ്. ടിക്ടോക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഒരു ഫൺ ആപ്പ് ആയിട്ടാണോ, ഓർ ആൾക്കാരിലേക്ക് കുറച്ചുകൂടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ഒരു ആപ്പ് ആയിട്ടാണോ? എങ്ങനെയാണ് ആര്യ ടിക്ടോക്കിനെ കാണുന്നത്? ഇപ്പൊ ഒത്തിരി പേര് അത് അൺഇൻസ്റ്റാൾ ചെയ്യുന്നു, പല പല കാര്യങ്ങൾ പറയുന്നു. ഭാവിയിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള പ്ലാൻ ആയിരിക്കും ഉണ്ടോ? അതൊക്കെയാണ് എന്റെ ക്വസ്റ്റ്യൻ. ഞാൻ ടിക്ടോക്കിനെ 100 എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഇഷ്ടപ്പെടുന്നത് എന്റെ കുഞ്ഞാണ്. അൺഇൻസ്റ്റാൾ ചെയ്താൽ അവൾ എന്നെ കൊല്ലും. കാരണം ഏറ്റവും കൂടുതൽ ടിക്ടോക്ക് വീഡിയോസ് ചെയ്യാൻ ഇഷ്ടം അവൾക്കാണ്. അവളാണ് വന്നിരുന്നത്, നീ ടിക്ടോക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ആള് അവളാണ്. കാരണം അവൾക്ക് കുറെ ഫാൻസ് ഉണ്ട് ടിക്ടോക്കിൽ. അവളുടെ എക്സ്പ്രഷൻസിനും ഒക്കെ കുറെ ഫാൻസ് ഉണ്ട്. അത് അവൾ കൃത്യമായിട്ട് കമന്റ്സിലൊക്കെ നോക്കി എടുക്കുന്നുമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവൾക്ക് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ടും ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതൊരു എന്റർടൈൻമെന്റ്. ഈ ലോക്ക്ഡൌൺ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ടിക്ടോക്ക് ഡൗൺലോഡ് ചെയ്യുന്നതും ഇതില് വീഡിയോസ് ചെയ്തു തുടങ്ങി. അതിനു മുമ്പ് വരെ ടിക്ടോക്ക് ഞാനുമായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു. വേറെ ഒന്നും ചെയ്യാനില്ലാഞ്ഞിട്ട് ചെയ്തു തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പൊ ഇറ്റ് ഇസ് നൈസ്. പിന്നെ അതിനകത്ത് ഞാൻ ഇങ്ങനെ ഞാൻ ഇരുന്ന് കാണാറുണ്ട് വീഡിയോസ്. അപ്പൊ തന്നെ ഞാൻ കാണുന്നുണ്ട് എത്രയോ ആൾക്കാർ എന്ത് ടാലന്റഡ് ആണ്, എന്ത് നന്നായിട്ട് അഭിനയിക്കുന്ന പോട്ടെ, അവർ ആ വീഡിയോസ് എടുക്കുന്ന രീതി ഉണ്ടല്ലോ. ഞാൻ വീണ്ടും ഒക്കെ കണ്ടു നോക്കാറുണ്ട്, ഇതെങ്ങനെയായിരിക്കും എടുത്തതെന്നൊക്കെ. ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. പല ആൾക്കാരും ടെക്നിക്കലി അവർക്ക് എന്തോരം നോളജ് ഉള്ള ആൾക്കാരാണ്. അതൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം, അതിനെ അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമ്മളിപ്പോ ടപ്പ് സെഷൻ കഴിഞ്ഞു, നമ്മളിപ്പോ എൻഡിലേക്ക് വരികയാണ്. ആര്യയുടെ വീട്ടില് ആരൊക്കെയുണ്ട്? എല്ലാവർക്കും അറിയാം, ബട്ട് സ്റ്റിൽ ആരൊക്കെയുണ്ട്? അവരുടെയൊക്കെ വിശേഷങ്ങളൊന്നും വേണ്ട. വീട്ടില് അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, എന്റെ കുഞ്ഞുണ്ട്, അമ്മയുടെ അമ്മയുണ്ട്, പിന്നെ 3 പട്ടിക്കുഞ്ഞുങ്ങളുണ്ട്, കുറെ പൂച്ചക്കുഞ്ഞുങ്ങളും ഉണ്ട്. ഇതാണ് എന്റെ കുടുംബം. അമ്മയുടെ അമ്മ വയ്യാണ്ട് ബെഡ് റിഡൻ ആണ് ഒത്തിരി കാലങ്ങളായിട്ട്. സിസ്റ്റർ ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആണ്, അപ്പൊ വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യാണ്. അമ്മ അന്നും ഇന്നും ഒക്കെ ഹോം മേക്കർ ആണ്. വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അമ്മ ഇങ്ങനെ തിരക്ക് പിടിച്ച് നടക്കുന്നു. പിന്നെ എന്നെക്കാളും കൂടുതൽ ഞാനില്ലാത്ത സമയത്ത് കുഷീനെ നോക്കുന്നതും ഒക്കെ അമ്മയാണ്. പിന്നെ അവൾക്ക് 8 വയസ്സാണ്, 3rd സ്റ്റാൻഡേർഡിലാണ് ഇപ്പോ. ഓൺലൈൻ ക്ലാസ്സസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നു. അപ്പൊ എന്നെക്കാളും ഫാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് അവിടെ. എന്റെ ഇൻസ്റ്റാഗ്രാമിലായാലും ഈ പറഞ്ഞ ടിക്ടോക്കിലായാലും ഒക്കെ ഭയങ്കര ഫാൻസ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ അവൾ അങ്ങനെ നടക്കും. അപ്പൊ എന്താണ് ആര്യയുടെ പുതിയ പ്രോജക്ട്സ്? എന്താണ് പുതിയ മൂവീസ് എന്തെങ്കിലും ഉണ്ടോ? അതോ പുതിയ പ്രോഗ്രാംസ് എന്തെങ്കിലും നമുക്ക് ഉടനെ എക്സ്പെക്ട് ചെയ്യാമോ? ആക്ച്വലി എനിക്കറിയില്ല, ഇതുവരെ ഒന്നും ആയിട്ടില്ല. എന്നാലും
എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിലെ സ്റ്റാർട്ട് മ്യൂസിക് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഷോ മോസ്റ്റ് പ്രോബബ്ലി ഒരു ജൂലൈ മിഡ് ആവുമ്പോ ഷൂട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനാണ് ചാൻസസ്. അതിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അപ്പൊ അതാണ് ഇപ്പൊ വരുന്ന ഒരു അപ്കമിങ് സാധനം എന്ന് പറയുന്നത്. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഷോസോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഖുഷിക്ക് ഒത്തിരി ഫാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു, ടിക്ടോക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. നമുക്ക് ഉടനെ ടിവിയിലോ ഫിലിമിലോ ഒക്കെ കാണാനുള്ള സാധ്യതയുണ്ടോ? ഇഷ്ടമാണോ അഭിനയിക്കാൻ? അവൾക്ക് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല. ഈ ടിക്ടോക്കിൽ വരുന്ന സാധനങ്ങളൊക്കെ ഇരുന്ന് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നെക്കാളും പെട്ടെന്ന് പഠിക്കുകയും ചെയ്യും. ഒറ്റ പ്രാവശ്യം കേട്ടിട്ട് ഡയലോഗ് ബൈ ഹാർട്ട് ചെയ്തിട്ട് ആളങ്ങ് ചെയ്തോളും. പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ കണ്ണുരുട്ടണം, എല്ലാ ആളും തനിയെ ചെയ്യുന്ന സാധനങ്ങളാണ്. ലാസ്റ്റ് ഇത് ഫിനിഷ് ആയി കഴിയുമ്പോഴാണ് ഞാൻ ഇവളുടെ മുഖത്ത് ആക്ച്വലി നോക്കുന്നത്. അപ്പം എനിക്കറിയില്ല താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്ന്. ഡാൻസ് ഒക്കെ കളിക്കാൻ ഇഷ്ടമാണ്, ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പം ഡാൻസറാണ് ആള്, നന്നായിട്ട് ഡാൻസ് ചെയ്യും. അതല്ലാതെ ഈ ഫിലിംസില് ഇതിലൊക്കെ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു ഓഫറോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടുമില്ല. അപ്പൊ അറിയില്ല. ആസ് ഓഫ് നൗ ഇങ്ങനെയൊക്കെ പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ പ്രേക്ഷകരോട് എന്തെങ്കിലും മെസ്സേജോ എന്തെങ്കിലും ആരെയൊക്കെ പറയാനുണ്ടോ? എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെയാണ്, എല്ലാവരും എന്താ പറയാ, കുറച്ച് മെന്റലി പലരും ഡിസ്റ്റർബ്ഡ് ആണ് ഈ ഒരു ലോക്ക്ഡൌൺ സമയത്ത്. സ്പെഷ്യലി ഫാമിലീസുമായിട്ട് അകന്നു പോയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അതായത് മാറി വേറെ വേറെ സ്ഥലത്ത് പെട്ടുപോയിട്ടുള്ള ആൾക്കാരും ഒത്തിരിയും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരോടൊക്കെ പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ഹോൾഡ് ഓൺ. നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഒന്നിച്ച് ശ്രമിച്ചാലേ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പാൻഡമിക് സിറ്റുവേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ നമ്മൾ മാക്സിമം സഹകരിച്ചാൽ മാത്രമേ ഇതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. അതിൻ്റെതായ പ്രിക്കോഷൻസും കാര്യങ്ങളും ഒക്കെ എടുത്ത് മാക്സിമം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് ഞാൻ പറയില്ല. ബിക്കോസ് പലർക്കും അത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പറ്റില്ല. അപ്പം ഇറങ്ങുകയാണെങ്കിൽ തന്നെ അതിൻ്റെതായ പ്രിക്കോഷൻസും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് തന്നെ ഇനി ഒരു ലൈഫ് സ്റ്റൈൽ, അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യുക. മാസ്ക് കമ്പൽസറി ആക്കുക, പറ്റുമെങ്കിൽ ഗ്ലൗസ് കമ്പൽസറി ആക്കുക പുറത്തേക്കൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ. പിന്നെ ഇത് ഇങ്ങനെ തള്ളി നീക്കാൻ ശ്രമിക്കുക. അതായത് എന്റർടൈൻമെന്റ്, നിങ്ങളെ തന്നെ സ്വന്തമായിട്ട് എന്റർടൈൻ ചെയ്യുക. പിന്നെ ഈ ബിസിനസ് ലെവലിൽ പറയുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ചെറിയ ചെറിയ ബിസിനസ്സുകളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പൊ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം പലരും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പല കടകളൊക്കെ പൂട്ടി. കാരണം ബിസിനസ് ഇല്ലാണ്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാത്ത അവസ്ഥയിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ അടക്കം പറയാണ്, ഇപ്പം എന്റെ ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇല്ല, ബിസിനസ് വളരെ കുറവാണ്. കഴിഞ്ഞ 3 മാസമായിട്ട് ലിറ്ററലി ഡെഡാണ്. അപ്പം ഒരു ഓൺലൈൻ വഴിയൊക്കെ മാത്രമേ ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഇപ്പൊ ഓൺലൈൻ ബിസിനസ്സുകളാണെങ്കിലും അല്ലാതെ മറ്റു ചെറിയ ചെറിയ ബിസിനസ്സുകളാണെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ, ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പരസ്പരം സപ്പോർട്ട് ചെയ്യുക, പരസ്പരം ഉയർത്തിയെടുക്കാൻ നോക്കുക. അങ്ങനെയൊക്കെ ഈ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാത്രമേ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഈ കാലവും കടന്നു പോകും, പ്രാർത്ഥിക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ താങ്ക് യു സോ മച്ച് ആര്യ, ഇത്രയും നേരം എന്നോടൊപ്പം സ്പെൻഡ് ചെയ്തതിന്, പ്രേക്ഷകരോടൊപ്പം സ്പെൻഡ് ചെയ്തതിന്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു സമയം വരട്ടെ, ഈ പ്രശ്നങ്ങളൊക്കെ മാറി നല്ലൊരു ടൈം എല്ലാവർക്കും വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച് മാൽ ചേച്ചി. ഞാൻ ഇത്രയും നീണ്ട ഒരു ഇന്റർവ്യൂ ആക്ച്വലി ലോക്ക്ഡൌൺ സമയത്ത് ചെയ്തിട്ടില്ല. പക്ഷെ സമയം പോയത് ആക്ച്വലി അറിഞ്ഞില്ല. ബിക്കോസ് കുറെ നമുക്ക് കുറെ സെഗ്മെന്റ്സ് ഒക്കെ വേറെ വേറെ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുപോലെ ഇതുവരെ ഞാൻ ആൻസർ ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് അല്ല, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു.